യാത്ര പറഞ്ഞ് അഗ്നിയതു മുന്നോട്ട് നടന്നു. മുന്നോട്ട് നടക്കുന്ന കൂട്ടത്തിൽ അവൻ തിരിഞ്ഞ് അവളെ ഒന്ന് നോക്കി. ആ വെള്ളാരം കണ്ണുകൾ ഇപ്പോഴും അവന്റെ നേർക്ക് ഉയർന്നു വരുന്നത് അവന് കാണാമായിരുന്നു. കണ്ണുകൾ തമ്മിൽ ഉടക്കി എന്തൊക്കെയോ പറയുന്നത് പോലെ അവന്റെ ചുണ്ടിൽ നേർമയായ ഒരു പുഞ്ചിരി വിരിഞ്ഞു. കാപ്പി കണ്ണുകളുടെ തിളക്കം ഒന്നുകൂടി കൂടി. അവളിൽ നിന്നുള്ള നോട്ടം മനസ്സോടെ മാറ്റിക്കൊണ്ട് അവൻ മുന്നോട്ട് നടക്കുന്നതിനോടൊപ്പം തന്നെ പോക്കറ്റിൽ എന്തോ ഇടാനും മറന്നില്ല. ഓർമ്മകളിൽ നിന്ന് തിരികെ വന്നവന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. എന്നാൽ അടുത്ത നിമിഷം എന്താ ഓർക്കവേ അത് മാഞ്ഞിരുന്നു. അഗ്നിക്കിന്നോളം എല്ലാം നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ. നിന്നെ ഞാൻ നഷ്ടപ്പെടുത്തുകയാണ് പെണ്ണെ. നഷ്ടപ്പെടുത്തിയേ മതിയാകൂ, അല്ലെങ്കിൽ മറവിലിരിക്കുന്ന ഓരോ സത്യങ്ങളും പുറത്തേക്ക് വരും. ഇന്നോളം അഗ്നി ഒറ്റയ്ക്കായിരുന്നു, ഇനി അങ്ങനെ ആയാൽ മതി. അതിൽ നീയും ചേർന്നാൽ ശരിയാകില്ല. ഷെൽഫ് തുറന്ന് രണ്ടാമത്തെ ബോട്ടിലും പുറത്തേക്കെടുത്തു. മദ്യത്തിന് പോലും തരാൻ കഴിയാത്ത ലഹരിയാണ് പെണ്ണെ നീ എന്ന ലഹരി. രണ്ടാമത്തെ ബോട്ടിലും പൊട്ടിച്ചവൻ. ഒരു കയ്യിൽ മദ്യത്തിന്റെ ഗ്ലാസും മറു കയ്യിൽ അവളുടെ വെള്ളിക്കൊലുസും. നിനക്കറിയാമോ പെണ്ണെ, അന്ന് ഈ മനസ്സിൽ കുടിയിരുത്തിയതാ നിന്നെ. ഈ നെഞ്ചിൽ നീയല്ലാതെ വേറെ ഒരുത്തിയും കയറിയിട്ടില്ല, ഇനി കയറുകയുമില്ല. അത് നിന്നോളം മറ്റാർക്കും മനസ്സിലാകില്ല. എത്ര ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും ഈ ചെകുത്താന്റെ മനസ്സിനെ ഇളക്കാൻ നിനക്ക് മാത്രമേ കഴിയുകയുള്ളൂ. എന്റെ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ. എന്റെ വന്യതയെ താങ്ങാൻ നിനക്ക് മാത്രമേ കഴിയൂ ദിയ. അടുത്ത ബോട്ടിലും കാലിയാക്കിയിരുന്നു അവൻ. കരഞ്ഞു കലങ്ങിയ ആ പെണ്ണിന്റെ കണ്ണുകൾ അവനെ അസ്വസ്ഥനാക്കി. മുന്നിലിരുന്ന കുപ്പി ഊക്കോടെ നിലത്തേക്ക് എറിഞ്ഞു അവൻ. മുറിയാകെ അവന്റെ ശബ്ദം തന്നെ ഒരു പ്രകമ്പനമായി മാറി. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ അവളുടെ കണ്ണുകളിൽ പ്രണയമല്ലാത്തൊരു ഭാവം അവൻ ഇന്ന് കണ്ടു. വെറുപ്പാണെന്ന് പറയുമ്പോഴും ആ പെണ്ണിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആദ്യമായി തന്റെ കൈ അവളിൽ പതിഞ്ഞതോർക്കവേ അവന്റെ കണ്ണുകൾ വേദന ആളിപ്പടർന്നു. ഉറക്കം ഒരു അനുഗ്രഹമായി പോലും അവനെ ചൊരിഞ്ഞില്ല. നിലത്ത് നിന്ന് ഒരു പൊട്ടിയ പീസ് എടുത്ത് അവൻ സ്വയം മുറിവേൽപ്പിച്ചു. അതിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന രക്തത്തുള്ളികളാൽ അവളുടെ മുഖം അവൻ പകർത്തിയിരുന്നു തന്റെ ക്യാൻവാസിൽ. അവളുമായി ചിലവഴിച്ച ഓരോ ചെറിയ നിമിഷങ്ങൾ പോലും അവൻ അന്ന് തന്നെ ചിത്രമായി പകർത്താറുണ്ടായിരുന്നു. ഇത്രയും സ്നേഹിക്കുന്ന രണ്ടുപേർ എന്തുകൊണ്ട് ഒന്നാകുന്നില്ല? അതൊരു ചോദ്യമായി തന്നെ നിലകൊണ്ടു. അഗ്നിയുടെ കണ്ണുകൾ താനെ അടഞ്ഞുപോയി. ഉറക്കത്തിന് വേണ്ടി കൊതിച്ചുപോയി. മദ്യത്തിന് പോലും പിടിച്ചു നിർത്താൻ കഴിയാത്ത പോലെ ആ ഒരുവന്റെ ഹൃദയം വല്ലാതെ മുറിവേറ്റുപോയി. എന്നാൽ മറ്റൊരിടത്ത് മുട്ടിന് മുകളിൽ മുഖം ചേർത്ത് തേങ്ങുകയാണ് പെണ്ണ്. ഇത്രയും നാൾ അനുഭവിച്ച വേദന, കാത്തിരിപ്പ് എല്ലാം വെറുതെ ആയ നിമിഷം. എത്ര സമയം അങ്ങനെ ഇരുന്നുവെന്ന് അവൾക്ക് തന്നെ അറിയുമായിരുന്നില്ല. അഗ്നിയോട് വെറുപ്പ് തോന്നുന്നില്ല. വെറുക്കാൻ അവൾക്കായില്ല. തന്റെ പ്രണയമല്ലേ ഇനി തിരിച്ചു ലഭിക്കും എന്ന പ്രതീക്ഷയുമില്ലാത്ത ഒന്ന്. അവന്റെ വിരൽ പതിഞ്ഞ കവിൾത്തടം വേദനിക്കും പോലെ. പക്ഷെ അവൾക്ക് ആ നിമിഷം അതിനേക്കാൾ വേദന നൽകിയത് അവൻ പറഞ്ഞ വാക്കുകൾ മാത്രമായിരുന്നു. അവന്റെ വാക്കുകൾ സൂചി പോലെ കുത്തിയിറങ്ങുന്ന പോലെ വേദന തോന്നുന്നു. അവൻ ആവർത്തിച്ച് പറഞ്ഞത് ഒന്നു മാത്രം: എനിക്ക് നിന്നെ സ്നേഹിക്കാൻ പറ്റില്ല ആദ്യ, വെറുപ്പാ നിന്നോട്. ആ വാക്കുകൾ അവളിൽ തറഞ്ഞു നിന്നു. ഇങ്ങനെ ആവർത്തിച്ച് ദേവേട്ടൻ പറയുന്നെങ്കിൽ അതിൽ ദേവേട്ടന് പരിഹരിക്കാൻ പറ്റാത്ത എന്തോ ഒന്നുണ്ട്. അതാ മനസ്സിനെ കാർന്നു തിന്നുകയാകും. എനിക്ക് അറിയാം എന്റെ ദേവേട്ടനെ. ഇനി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിങ്ങളെ വിട്ടു പോകില്ല മിസ്റ്റർ അഗ്നിദേവ്. പ്രണയം അവളിൽ ഭ്രാന്തമായി ഒഴുകുകയായിരുന്നു ആ നിമിഷം. അവനിൽ നിന്ന് അകലാൻ കഴിയാത്തതുപോലെ. അവനിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കുന്ന ഓരോ നിമിഷം എന്തോ ഒന്ന് അവരെ കൂട്ടിച്ചേർക്കും പോലെ ആദ്യക്ക് തോന്നി. വിട്ട് കളയരുതെന്ന് ഉള്ളം പറയും പോലെ. ഒരിക്കൽ പോലും ആ സെക്സ് മാറ്റിയിട്ടില്ലല്ലോ. എത്ര ഇഷ്ടമല്ലെന്ന് പറഞ്ഞാലും ആ കാപ്പിക്കണ്ണുകൾ എന്നോട് കള്ളം പറയില്ല ദേവേട്ട. ഇനി ആദ്യ നിങ്ങളെ തേടി വരില്ല, നിങ്ങൾ എന്നെ തേടി വരും, വരുത്തിയിരിക്കും. കുളക്കടവിൽ നിന്ന് അറിഞ്ഞതാ അവന്റെ ഹൃദയതാളം. തിരിഞ്ഞു നോക്കി ആ കാപ്പിക്കണ്ണുകൾ പറയാതെ പറഞ്ഞത് ഒന്നു മാത്രം: ഈ ചെകുത്താന്റെ മാത്രം പെണ്ണാണ് നീയെന്ന്. ജയുടെ വീട്ടിൽ ചെന്നപ്പോഴാണ് വർഷങ്ങൾക്ക് ശേഷം അവളെ കാണുന്നത്. അവൾ എന്നെ അത്ഭുതത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ അന്നാണ് അവൾ ജയുടെ പെങ്ങളാണെന്ന് സത്യം മനസ്സിലാക്കുന്നത്. ഒരു കാര്യത്തിൽ സത്യമാണ് പെണ്ണെ, ജയുടെ പെങ്ങൾ ആയതുകൊണ്ട് കൂടിയാണ് ഞാൻ നിന്നിൽ നിന്ന് അകന്നത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് അറിഞ്ഞ സത്യങ്ങൾ എന്നെ നിന്നിൽ നിന്ന് പൂർണ്ണമായി അകറ്റുന്നതായിരുന്നു. ജയ്ക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത സത്യങ്ങളിലേക്കാണ് ഞാൻ എത്തിച്ചേർന്നത്. അവന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി താഴേക്ക് പതിച്ചു. ആ രാത്രി അവനെ നിദ്ര കടാക്ഷിച്ചില്ല. ജയുടെ കാർ ഒരു ഇരമ്പലോടെ വീട്ടുമുറ്റത്ത് എത്തിക്കഴിഞ്ഞിരുന്നു. ചാടി ഇറങ്ങി അവൻ ഹാളിലേക്ക് കയറിയതും കേൾക്കാം എന്തൊക്കെയോ പൊട്ടുന്ന സൗണ്ടുകൾ. ഫ്ലവർ സൂക്കോടെ നിലം പതിച്ചിരുന്നു. ഡെവി ഇത് പ്രതീക്ഷിച്ചതായതിനാൽ ഹാളിലേക്ക് വന്നിരുന്നു.
മുന്നിൽ കലിതുള്ളി നിൽക്കുന്നവൻ കണ്ണിൽ കാണുന്നതെല്ലാം ചുട്ടരിക്കാൻ പാകത്തിലുള്ള തനി അസുരനായി മാറിയിരുന്നു അവൻ. കണ്ണുകൾ ചുവന്ന് കലങ്ങിയിട്ടുണ്ട്, പേശികൾ വലിഞ്ഞു മുറുകിയിട്ടുണ്ട്. ഡെവി ഹാളിലേക്ക് വന്ന നിമിഷം ജയ് അവന് നേർക്ക് തിരിഞ്ഞു. പിന്നെ പാഞ്ഞു ചെന്ന് ഷർട്ടിന്റെ കോളറ് പിടിമുറുക്കിയിരുന്നു അവൻ. അവന്റെ മുഖത്തേക്ക് പോലും നോക്കാൻ ആ നിമിഷം ഡെവിക്ക് കഴിഞ്ഞിരുന്നില്ല. സർവ്വതം ചുട്ടരിക്കാൻ പാകത്തിൽ ഒരുവൻ. ആദ്യ പുറത്തെ ശബ്ദങ്ങൾ കേട്ടിരുന്നുവെങ്കിലും ഹാളിലേക്ക് വരാൻ കൂട്ടാക്കിയില്ല. അവൾ നിലത്ത് നിന്ന് എഴുന്നേറ്റ് കട്ടിലിലായി കമിഴ്ന്നു കിടന്നിരുന്നു. നിന്നോട് ഞാൻ എന്ത് പറഞ്ഞിട്ടാടാ പോയേ? ഹാള് നിറഞ്ഞു നിന്ന ഗൗരവമുള്ള ശബ്ദം. മറുപടി പറയാൻ കഴിയാതെ തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥ ഡെവിക്ക് വന്നുപോയി. അവൻ ദേഷ്യപ്പെടുന്നതിൽ കാര്യമില്ലേ? അവള് പ്രത്യേകം നോക്കണമെന്ന് 100 തവണയെങ്കിലും പറഞ്ഞു കാണും. ചുറ്റും ശത്രുക്കളാൽ നിറഞ്ഞു നിൽക്കുകയാണ്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഡെവി ചിന്തിച്ചുകൊണ്ട് ദേഷ്യത്തോടെ പൊന്നുവിനെ നോക്കി. അവന്റെ നോട്ടം കണ്ട് കണ്ണു നിറച്ച് നിൽക്കാനേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. ജയയുടെ ദേഷ്യം അവൾ ആദ്യമായി നോക്കി കാണുകയായിരുന്നു. ഇതിനോടകം ഏകദേശം കാര്യങ്ങൾ ഭദ്രയ്ക്ക് മനസ്സിലായിരുന്നു. ഡെവിക്ക് നേരെയുള്ള ജയയുടെ പ്രതികരണം അവളെ അസ്വസ്ഥയാക്കി. പിടിച്ചു മാറ്റാനായി മുന്നോട്ടാഞ്ഞെങ്കിലും ഒരു നോട്ടം കൊണ്ട് തടഞ്ഞവൻ. ഞാൻ പോയിട്ട് 2 ദിവസം പോലും ആയില്ലല്ലോടാ, നീ ഇങ്ങനെ ഉത്തരവാദിത്തമില്ലാതെ പെരുമാറാറില്ലല്ലോ. നിനക്ക് എന്താ പറ്റിയേ? നിന്നിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല. എന്റെ പെങ്ങക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിടില്ലായിരുന്നു. ഈ നിൽക്കുന്നവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ സഹിക്കുമോടാ? ഭദ്ര ചൂണ്ടിയാണ് അവൻ അത് ചോദിച്ചത്. ഒരേട്ടൻ എന്ന രീതിയിൽ അവന്റെ ചോദ്യങ്ങൾ ന്യായമായിരുന്നു. ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് വരട്ടെ, ബാക്കി എന്താണെന്ന് വെച്ച് അപ്പോ നോക്കാം. പറഞ്ഞുകൊണ്ട് സ്റ്റെപ്പുകൾ ഓടിക്കയറുന്നവരെ നോക്കി നിൽക്കാനേ അവർക്കായുള്ളൂ. ജയ് റൂമിൽ എത്തിയെങ്കിലും റൂം ലോക്കായിരുന്നു. 1-2 പ്രാവശ്യം തട്ടി വിളിച്ചപ്പോഴേക്കും വാതിൽ അവന് മുന്നിൽ തുറക്കപ്പെട്ടു. ജയ് അവളെ കണ്ട നിമിഷമാണ് അവന് ജീവൻ തന്നെ തിരിച്ചു കിട്ടിയതുപോലെ തോന്നിയത്. മുഖത്താകമാനം അവൻ കണ്ണുകൾ പായിച്ചു ആവലാതിയോടെ. പിന്നെ ഇറക്കമുണർന്ന് കരയുകയായിരുന്നു ഇരുവരും. അവൻ അവളുടെ തലയിൽ തലോടുന്നുണ്ട്. അവളോടൊപ്പം കുറച്ചു സമയം അവൻ ഇരുന്നു. നടന്നതെല്ലാം ചോദിച്ചറിഞ്ഞു. അഗ്നിയുടെ കാര്യങ്ങളെല്ലാം ജയോട് അവൾ പറഞ്ഞിരുന്നു. അവർക്കിടയിൽ എന്നും സഹോദരങ്ങൾക്കുപരി കൂട്ടുകാരായിരുന്നു. എല്ലാം കേട്ട് അവനാകെ ധർമ്മസങ്കടത്തിലായി. എന്നാൽ ഗിരിയുടെ കാര്യം ഓർക്കവേ ദേഷ്യം നിയന്ത്രിക്കാനും കഴിഞ്ഞില്ല. ദേഷ്യത്തോട് അവന്റെ വീട്ടിലേക്ക് പോകാൻ നിന്നവനെ എങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് നിർത്തേണ്ടി വന്നു അവൾക്ക് അവസാനം. അവൻ ആദ്യയോടും ഭദ്രയോടും അല്ലാതെ മറ്റു 2 പേരോട് സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. പിറ്റേന്ന് ഇന്നാണ് മംഗലത്ത് വീട്ടിൽ മഹാദേവന്റെ മകൾ ആകാശയുടെ വിവാഹം. ജയ റെഡിയാകുകയായിരുന്നു. ചടങ്ങിന് പങ്കെടുക്കുകയല്ല അവന്റെ ഉദ്ദേശം. ഹരി വിളിച്ചതിന്റെ പേരിൽ പോകുകയാണ്, കൂടെ ജിത്തിന് വേണ്ടിയും. ഭദ്രയുടെ വീട്ടുകാരുടെ സ്വഭാവം ഏറെക്കുറെ അറിയാം. എങ്കിലും അവരെയൊക്കെ ഒന്ന് നോക്കി വെക്കാലോ. പുച്ഛത്തോട് അവൻ ഓർത്തു. ഭദ്ര വരുന്നില്ലെന്ന് ഒരുപാട് പറഞ്ഞു നോക്കി. ജയ് ഒന്ന് കേട്ടതായി നടിച്ചില്ല. ഇരുവരും മംഗലത്ത് വന്നതാണ്. തറവാട്ടിലെ കുടുംബക്ഷേത്രത്തിൽ വെച്ചാണ് വിവാഹം. ജയ് കാറിൽ നിന്നിറങ്ങിയതും ബഹുമാനത്തോടെ പേടിയോടെയും ദേഷ്യത്തോടെയും നോക്കുന്ന മുഖങ്ങൾ കാണാം. പിൻസീറ്റിൽ നിന്ന് ഭദ്ര ഇറങ്ങുമ്പോൾ ചിലരിൽ അത്ഭുതം നിറഞ്ഞു നിന്നിരുന്നു, മറ്റു ചിലരിൽ അസൂയ നിറഞ്ഞു നിന്നിരുന്നു. ഹരി അവരെ സ്വീകരിച്ചകത്തേക്ക് ഇരുത്തി. പലരിലും മുറുമുറുപ്പുകൾ ഉയർന്നു. അവളുടെ കരം അവനിൽ സുരക്ഷിതമായിരുന്നു. മാധവൻ ഹരിയുടെ പ്രവൃത്തിയിൽ ദേഷ്യത്തോടെ മുഖം തിരിച്ചു കളഞ്ഞു. അയാൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പിന്നെ കല്യാണമായതിനാൽ അത് നിയന്ത്രിച്ചിരുന്നു. അത് മാത്രമല്ല, ആഞ്ജനയുടെ ഭാര്യയാണ് ഭദ്ര എന്നറിഞ്ഞതും അയാളെ ഞെട്ടലുളവാക്കി. ചെറിയച്ചന്മാരുടെ നോട്ടം അവർ പാടെ അവഗണിച്ചു. അവന്റെ നേർക്ക് നേരെ നിൽക്കാൻ അവർക്കെന്തോ കഴിഞ്ഞിരുന്നില്ല. മാധവൻ കുറച്ചു മാറി നിൽക്കുകയായിരുന്നു. ജയ് അയാളുടെ അടുത്തേക്ക് ചെന്നു. എന്താണ് ഫാദറിലോ ഒരു മൈൻഡുമില്ലല്ലോ? പുച്ഛത്തോടെയുള്ള അവന്റെ വാക്കുകൾ കേൾക്കെ തുറച്ചു നോക്കിയിരുന്നു മാധവൻ. അവളെപ്പോലും ഞാൻ അംഗീകരിച്ചിട്ടില്ല, പിന്നല്ലേ നിന്നെ? അയാളിലും അതേ പുച്ഛം നിറഞ്ഞു നിന്നു. അംഗീകരിക്കും അച്ഛാ, അതിന് ഇനി അധിക ദൂരമില്ല. പുച്ഛത്തോട് അത്രയും പറഞ്ഞ് അവൻ മുന്നോട്ട് നടന്നു നീങ്ങി. അവൻ പറഞ്ഞിട്ട് പോയതിന്റെ പൊരുൾ തേടുകയായിരുന്നു അയാൾ. മോളെ, നിനക്കവിടെ സുഖം തന്നെയല്ലേ? ഹരിയാണ് സംസാരത്തിന് തുടക്കം കുറിച്ചത്. അവന്റെ വാക്കുകൾ ഇടർന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ ഒരു വേള നിറഞ്ഞുപോയി. അവന്റെ വാക്കുകളിൽ കണ്ണു നിറച്ച് നോക്കിയതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല അവൾ. 18 വർഷത്തിനിപ്പുറം ആദ്യമായാണ് അവൾ ഹരിയിൽ നിന്ന് ഇങ്ങനൊരു വാക്ക് കേൾക്കുന്നത് തന്നെ. നല്ല വാക്ക് പോയിട്ട് ഇത്രയും വർഷം ഒന്ന് വഴക്ക് പറയാൻ പോലും അവൻ അടുത്ത് വന്നിട്ടില്ല. തന്റെ വല്യേട്ടൻ ആരൊക്കെ അവഗണിച്ചാലും ഹരിയെ അവൾക്ക് ജീവൻ
അവനായിരുന്നു. അവന്റെ കണ്ണിൽ പലപ്പോഴായി ഒരു കരുതൽ അവൾ കണ്ടിട്ടുണ്ട്. മോളെ, അവൻ വിളിക്കവേ നിറകണ്ണുകളോടെ തലയാട്ടിയവൾ. വലിയേട്ടൻ എന്ന രീതിയിൽ ഞാൻ എന്റെ മോൾക്ക് ഒന്നും തന്നെ ചെയ്തു തന്നിട്ടില്ല ഇതുവരെ. നിന്നെ ദ്രോഹിക്കുന്നത് കണ്ടു നിന്നതല്ലാതെ നിന്റെ വേദനയിൽ കൂടെ നിൽക്കാത്ത ഒരു പരാജയപ്പെട്ടവനാ നിന്റെ ഏട്ടൻ. അങ്ങനെയൊന്നും പറയരുതെന്ന് അവൾക്ക് പറയണമെന്നുണ്ടായിരുന്നെങ്കിലും അവൾ നിശബ്ദയായി. എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു. തൊണ്ടയിൽ നിന്ന് ശബ്ദം വരാത്തതുപോലെ. അവളുടെ അവസ്ഥ മനസ്സിലാക്കിയെന്നവണ്ണം ഹരി അവളുടെ കൈവിരലുകൾ കോർത്തു പിടിച്ചിരുന്നു. ആ സ്പർശനം അവൾക്ക് നൽകിയത് ജിത്തിൽ നിന്ന് കിട്ടിയ ഭയമായിരുന്നില്ല, മറിച്ച് ഡെവിൽ നിന്ന് കിട്ടിയ ധൈര്യമാണ്. അവൾ പതിയൊന്ന് പുഞ്ചിരിച്ചു. അവൾക്ക് അവനോട് ക്ഷമിക്കാൻ കഴിഞ്ഞിരുന്നു. അവൾക്കല്ലാതെ ആർക്ക്? ഹരിയിൽ എന്തോ ഒരു തണുപ്പ് നിറഞ്ഞു വന്നു. അവൾ തന്നെ മനസ്സിലാക്കിയല്ലോ. അവളെ മനസ്സിലാക്കുന്നതിൽ താൻ ഒരു പരാജയമായിരുന്നെന്ന് അവന് മനസ്സിലായി. ചെറിയച്ചമാർ ഈ കാഴ്ച കാണവേ അവരിൽ ദേഷ്യം ആളിക്കത്തിയിരുന്നു. മാധവൻ വഴി ഹരി അടർത്തി മാറ്റാൻ അവർക്കൊരു മാർഗമായിരുന്നു ആ കാഴ്ച. ഹരിയും ഭദ്രയും ഒരുപാട് സംസാരിച്ചു. ജയ് മാറി നിന്ന് ഇതെല്ലാം നോക്കി കാണുകയായിരുന്നു. അവളുടെ നിഷ്കളങ്കമായ സ്നേഹത്തെ അവൻ പ്രണയത്തോടെ നോക്കി നിന്നു. ചെറിയച്ചമാരും ചെറിയമ്മമാരും സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും ജയ് ഇടപെട്ട് തടഞ്ഞിരുന്നു. അവളുടെ മുഖത്തെ തെളിച്ചം പഴയതിനേക്കാൾ അവൾ കുറച്ച് വെളുത്തിട്ടുമുണ്ട്. ഇതെല്ലാം അസ്വസ്ഥതയോടെ അവർ നോക്കിക്കണ്ടു. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് അവർ അപ്പം തന്നെ ഇറങ്ങിയിരുന്നു. അവിടെ യാത്ര പറയാൻ ഹരി മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. ഹരി, ഞങ്ങൾ എന്ന് അങ്ങോട്ട് ഇറങ്ങുവാണേ, നീ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ. ഹരിയെ ചേർത്ത് പിടിച്ച് അവന് മാത്രം കേൾക്കാവുന്ന രീതിയിലാണ് ജയ് അത് പറഞ്ഞത്. പിന്നെ ജിത്തിനെ കണ്ടില്ലല്ലോ. തമാശ പോലെ അവൻ ചോദിച്ചുകൊണ്ട് ജിത്തിനായി ചുറ്റും കണ്ണുകൾ പായിച്ചെങ്കിലും അവനെ കാണാൻ കഴിഞ്ഞില്ല. അത് സാർ, ജിത്ത് ഇവിടെ ഇല്ല, ഇപ്പൊ ഇവിടെ നിൽക്കാറില്ല. അവനിപ്പോൾ വന്നിട്ട് ഒരാഴ്ച ആകുന്നതേ ഉള്ളൂ. അവൻ ഇവിടെ അങ്ങനെ നിൽക്കാറില്ല. എന്തോ ആവശ്യം പറഞ്ഞു പോയതാ. ഹരി പറയവേ ജയ് ഒന്ന് അമർത്തി മൂളി. ഹരി, ജയ് വിളിക്കവേ എന്താണെന്ന അർത്ഥത്തിൽ അവനെ നോക്കിയിരുന്നു അവൻ. താൻ ഇതുവരെയായിട്ടും ഈ സാർവിളി നിർത്താറായില്ലയോടോ? ജയ് തമാശ രീതിയിൽ ചോദിക്കവേ കണ്ണുകൾ വിടർത്തി നോക്കിയിരുന്നു ഹരി. അവൻ അറിയാവുന്ന ആഞ്ജനെ അങ്ങനെ ചിരിക്കാറില്ല. എപ്പോഴും ഗൗരവം തിങ്ങി നിൽക്കുന്ന മുഖമായിരുന്നു അവനിൽ. ഇന്ന് ആ കണ്ണുകളിലെ തിളക്കം, മുഖത്ത് നിറഞ്ഞിരിക്കുന്ന സന്തോഷം എല്ലാം അവൾ കാരണമാണ്. തൊട്ടടുത്ത് നിന്ന ഭദ്രയുടെ തലയിൽ തലോടിക്കൊണ്ട് അവൻ ചിന്തിക്കാതിരുന്നില്ല. ഹരി അവളുടെ അടുത്തേക്ക് ചെന്നു. എന്താവശ്യമുണ്ടെങ്കിലും ഏട്ടനെ മോൾക്ക് വിളിക്കാം. അറിയാം മോൾക്ക് അതിന്റെ ആവശ്യം വരില്ലെന്ന് ജയെ നോക്കിയാണ് ചിരിയോട് അവൻ പറഞ്ഞത്. മോൾക്ക് ചെയ്തു തരാനുള്ള കടമകൾ ഒന്നും ചെയ്തു തന്നില്ലെങ്കിലും മോൾക്ക് ഈ ഏട്ടനൊരു ഉറപ്പ് തരാം. ഞാൻ ജീവനോടുള്ളിടത്തോളം കാലം എൻ്റെ മോൾക്ക് നല്ലൊരു സഹോദരൻ എന്നതിലുപരി അച്ഛനായി നിലകൊണ്ടിരിക്കും. ആ അവകാശം എനിക്ക് തന്നുകൂടെ മോളെ? നീ എന്നോട് ക്ഷമിക്കില്ലേ? കണ്ണു നിറച്ച് അവൻ അത് ചോദിക്കുമ്പോൾ മറുപടി പറയാതെ ജയ്യെ നോക്കി പെണ്ണ്. അവളിൽ ആഴത്തിൽ പതിയുന്നതായിരുന്നു അവന്റെ വാക്കുകൾ. ജയ് അവളുടെ അവസ്ഥ മനസ്സിലാക്കി എന്നവണ്ണം കണ്ണ് ചിമ്മി കാണിച്ചു. ഒരു പൊട്ടിക്കരച്ചിലോട് അവന്റെ നെഞ്ചിലായി ചേർന്നിരുന്നു അവൾ. ഇതെല്ലാം ഒരു കൈയകലത്തിൽ നിന്നും അയാൾ കാണുന്നുണ്ടായിരുന്നു. അയാളുടെ കണ്ണിൽ നനവ് പടർന്നിരുന്നു. പക്ഷെ എന്തിന്? താൻ സ്ത്രീയോട് ചെയ്തത് തെറ്റായി പോയോ എന്ന് അയാൾ ഒരു നിമിഷം ചിന്തിച്ചു പോയി. പാറുവിനെ കുറിച്ച് ഓർക്കവേ ആ മുഖത്ത് ദേഷ്യം നിറഞ്ഞു നിന്നു. അതേ ദേഷ്യത്തോടെ അയാൾ അകത്തേക്ക് പോയിരുന്നു. നടക്കുന്നതിനിടയിൽ ഹരിയെ തനിക്ക് നഷ്ടമാകുമോ എന്ന ചിന്ത അയാളെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. ജയ് ഭദ്രയെ തിരികെ വീട്ടിലാക്കിയിരുന്നു. അപ്പൊ തന്നെ ഡെവിയുമായി അവൻ പുറത്തേക്ക് പോയിരുന്നു. കാറിലിരിക്കുമ്പോൾ അവരിരുവരും ഒന്നും തന്നെ സംസാരിച്ചിരുന്നില്ല. ജയുടെ മുഖത്ത് ഗൗരവം നിറഞ്ഞു നിന്നു. അഗ്നിയെ വിളിക്കാനും അവർ മറന്നില്ല.